ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്ന മൊബൈൽ അപ്ഡേഷൻ രംഗത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണം നടന്നിട്ടുള്ളതിൽ ഒന്ന് ഫ്രണ്ട് സെൽഫി ക്യാമറകളിലാണെന്ന് തോന്നുന്നു. സെൽഫി ക്യാമറകളുമായി ബന്ധപ്പെട്ട് ആദ്യ കാലഘട്ടം തൊട്ട് ടെക് വേൾഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ZTE കോർപ്പറേഷൻ. അണ്ടർ സ്ക്രീൻ ക്യാമറ. അതെ, ലോകത്തിലെ ആദ്യത്തെ അണ്ടർ സ്ക്രീൻ ക്യാമറ പുറത്തിറക്കാൻ പോവുകയാണ് ZTE. ZTEയുടെ ഒഫീഷ്യൽ ട്വിറ്റർ വഴി പങ്കുവച്ച ട്വീറ്റ് പ്രകാരം സെപ്റ്റംബർ 1-ാം തീയതി ZTE ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫുള്ളി ബോർഡർലെസ് ഡിസ്പ്ലേ വിത്തൗട്ട് നോച്ച് ഓൺ ദ സ്ക്രീൻ ആയിരിക്കും ഇതെന്ന് ZTEയുടെ പ്രസിഡന്റ് നേഫി ചൈനീസ് മൈക്രോ വ്ലോഗിംഗ് വെബ്സൈറ്റായ വീബോയിൽ പങ്കുവച്ചു. ചൈനീസ് ടെക് വെബ്സൈറ്റായ ജിസ്മോ ചൈനയും ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ZTE Axon 25Gയിൽ പ്രതീക്ഷിക്കുന്ന മറ്റ് സ്പെസിഫിക്കേഷൻസ് ഇതാണ്. റിയർ ക്യാമറ 64 MB ആയിരിക്കുമെന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ വെച്ചിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സെൽഫി ക്യാമറ അണ്ടർ സ്ക്രീൻ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് 32 MB ആയിരിക്കാനും സാധ്യതയുണ്ട്. ബാറ്ററി 4120 mAh ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ തെറ്റില്ലാത്ത ബാക്കപ്പുള്ളൊരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ സിം ഹൈബ്രിഡ് ഡ്യുവൽ സിമ്മാണ് വരാൻ സാധ്യതയുള്ളത്. നമുക്കതിൻ്റെ മെമ്മറി 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. Axon 25Gയിൽ വരുന്ന പ്രോസസ്സർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 765 പ്രോസസ്സർ ആയിരിക്കുമെന്നാണ് നിഗമനം. ചൈനീസ് ഡിസ്പ്ലേ നിർമ്മാണ കമ്പനിയായ വിഷ്ണോക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ZTE Axon 20G എന്ന മൊബൈൽ പുറത്തിറക്കിയെന്നാണ് കരുതുന്നത്. കാരണം വിഷ്ണോക്സ് റിസർച്ചിങ് ടൈമിൽ ഈ ഒരു കോൺസെപ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു, അവരുടെ കോൺസെപ്റ്റ് പുറത്തു വിട്ടിരുന്നു. Axon 25G ഇന്ത്യയിൽ എന്നാണ് ലോഞ്ച് ആവുന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇന്ത്യയിൽ ലോഞ്ച് ആകുമ്പോഴുള്ള വിലയോ ഒന്നും നിലവിൽ ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. സെപ്റ്റംബർ 1-ാം തീയതി ZTE ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് സെപ്റ്റംബർ 1-ാം തീയതി വരെ കാത്തിരിക്കാം. ഇതിൻ്റെ വിലയും മറ്റ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകുന്നതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ZTEയുടെ പുതിയ വിവരങ്ങൾ എത്തുന്നവരെ കാത്തിരിക്കാം. ബൈ.